ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല, ഇതിനകത്ത് അഴിമതിയില്ലേ, എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുകളിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവത്തിൽ നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയും, വയനാട്ടിൽ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നോ ഉള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആണ്. ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്, ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61 കോടി 50 ലക്ഷം രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പാണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റി വെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്നൊരു 100 കോടി രൂപ. അതും വിട്ടേക്കൂ, 150 കോടി രൂപ. പക്ഷേ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റി വെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പോൾ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ അതോ CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെ പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെ പറ്റിയുമൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ന്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിന്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനെപ്പറ്റി? കാലതാമസത്തെപ്പറ്റി. ശരിയാണ്, പ്രതിപക്ഷത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഭവന നിർമ്മാണത്തിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഈ സംസ്ഥാനത്തെ എല്ലാ ഭൂമിയുടെ മുകളിലും കൂടുതൽ അവകാശമുള്ള സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് പോലും 2024 ജൂലൈയിൽ ദുരന്തമുണ്ടായിട്ട് ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോടെടുത്തു സംസ്ഥാന സർക്കാരിന്. അതിനേക്കാൾ കുറച്ചുകൂടി സമയം കോൺഗ്രസിനെടുത്തു. കോൺഗ്രസിന് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ ആപ്പ് വഴി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏതാണ്ട് 1,05,00,000 രൂപ KPCC കൈമാറുകയും ചെയ്തു. ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ കോൺഗ്രസ് സ്ഥലമേറ്റെടുത്തത്. ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥലം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇനി കണക്കിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമ സമ്മേളനം നടത്തിയിട്ട് ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളിയുടെ റിപ്പോർട്ടറോടാണ് കൊടുക്കുന്നത്. നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും പിൻവലിച്ചതായി തെളിയിച്ചാൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇനി തിരിച്ച് പണം കൊടുത്തുവെന്ന് പറയുന്ന DYFIയുടെ കണക്കിനെ പറ്റി നമുക്കൊന്ന് ഓഡിറ്റ് ചെയ്യണ്ടേ? DYFI എന്നാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത്? 2025 ഏപ്രിൽ മാസമാണ് 20 കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതായത് 2025 ഏപ്രിൽ മാസം DYFIക്ക് 20 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറുവാൻ കഴിയുന്നത്. ഇനി തിരിച്ച് DYFI അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതെന്നാണ് 2026 ജനുവരി മാസം. അതായത് 10 മാസം 20 കോടി രൂപ DYFIയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇനി അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. 20 കോടി രൂപ നമ്മുടെ നാട്ടിലൊക്കെ ശരാശരിയുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 7%. 7% വെച്ച് പലിശ നോക്കിയാൽ തന്നെ 20 കോടി 10 മാസം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 1,16,00,000 രൂപ DYFIക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,16,00,000 രൂപ വെച്ച് DYFI എന്താ ചെയ്തത്? അതിനെപ്പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓഡിറ്റുകൾ വേണം. കാലതാമസത്തെ പറ്റി ഓഡിറ്റ് ചെയ്യണം, കിട്ടിയ പണത്തെ പറ്റിയും ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കായിരിക്കും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ജോലി ചോദ്യം ചോദിക്കലായിരുന്നു. പക്ഷേ UDF പ്രതിപക്ഷമായിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയല്ല, എന്തുകൊണ്ട് വീട് വൈകി, എന്തുകൊണ്ടാണ് നിങ്ങൾ വീട് നിർമ്മിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്തത്, UDF ചെയ്തത്, ഞങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് വീട് നിർമ്മിക്കാം, വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാം, ഈ നാടിനെ ചേർത്ത് പിടിക്കാമെന്നാണ്. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ചില മാധ്യമങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങളും വയനാട്ടിൽ ടൗൺഷിപ്പുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു, ആ ടൗൺഷിപ്പുകളുടെ പണി എന്തായി എന്ന് കൂടി നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ചോദ്യങ്ങൾ ഉണ്ടാകണം, ഉത്തരങ്ങളും വേണം. പക്ഷെ ചോദ്യങ്ങൾ പണം വാങ്ങി ഏകപക്ഷീയമാകരുത്, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ളതാകരുത്. നമുക്കൊരുമിച്ച് സർക്കാരിനോട് ചോദിക്കാം, ഒപ്പമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോടും ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം.